ശിലരിസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് സുവിശേഷ ഭാഗ്യങ്ങളിൽ നിന്നുള്ള വചനഭാഗമാണ്. ഇവിടെ ഈശോ ഒരു പുതിയ ജീവിതക്രമത്തെ കുറിച്ച് നമ്മളോട് പറയുകയാണ് അല്ലെ. കൃത്യമായിട്ട് ഈശോ പറയുന്നുണ്ട്, നിന്റെ വലത് കരണം തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക, 1 മൈൽ നിന്നോട് കൂടെ നടക്കാനായിട്ട് ആഗ്രഹിക്കുന്നവന്റെ കൂടെ 2 മൈൽ നടക്കുക, എന്നോട് വായ്പ വാങ്ങാനായിട്ട് ഇച്ഛിക്കുന്നവനോട് ആഗ്രഹിക്കുന്നവനിൽ നിന്നും ഒഴിഞ്ഞു മാറരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുതിയ ജീവിത രീതി അല്ലെങ്കിൽ പുതിയൊരു ജീവിതക്രമം ഈശോ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. ആ ജീവിതക്രമത്തിലേക്ക് നമ്മളെ നയിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്രകാരം തന്നെയാണ്. അതായത് നമ്മളെല്ലാവരും 50 നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഈ ഒരു 50 ദിവസം അല്ലെങ്കിൽ ഈശോയുടെ പീഡാസഹനത്തെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഉദ്ധാന ദിവസത്തിലേക്ക് നമ്മൾ യാത്രയാകുന്ന ഈ 50 ദിവസങ്ങളിൽ ഒരു പുതിയ ജീവിതക്രമത്തിലേക്ക് ഈശോ നമ്മളെ ക്ഷണിക്കുകയാണ്. ഇത്ര നാൾ നമ്മൾ ജീവിച്ചിരുന്ന ഒരു രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലൂടെ നടക്കാനായിട്ട് ഈശോ നമ്മളെ ക്ഷണിക്കുകയാണ്. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് ഇതിലൂടെ ആത്മീയതയിലേക്ക് വളർന്ന് നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തി, നമ്മുടെ സ്വഭാവത്തിലാകട്ടെ, സംസാരത്തിലാകട്ടെ, പ്രവൃത്തിയിലാകട്ടെ ചില മാറ്റങ്ങളൊക്കെ വരുത്തി ഒരു പുതിയ ജീവിത രീതി ഉണ്ടാക്കിയെടുക്കാനായിട്ട്, ജീവിതക്രമം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈശോ നമ്മളെ ക്ഷണിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇത്തരം ചെറിയ മാറ്റങ്ങൾ വരുത്തി ഒരു ചേഞ്ച് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.